ഗുഡ് മോർണിംഗ്. എണീറ്റ് വരുന്നതേ ഉള്ളൂ. കുറച്ചായൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പം വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. സ്റ്റോപ്പ് ഈറ്റിംഗ് നോൺസെൻസ് തിങ്സ്. രാവിലെ തന്നെ ചീറോസ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇന്നലെ ഉണ്ടാക്കി വെച്ച ഓട്സ് പോറേജിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് രാവിലെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവർ അവരുടേതായ പണിക്കൊക്കെ കയറിയിട്ടുണ്ട്. ചുമ്മാ കളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നു. ആ സമയത്ത് ഞാൻ വേഗം ഇവരുടെ ലഞ്ച് ഉണ്ടാക്കട്ടെ. മോനെ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇന്നുണ്ടാക്കുന്നത് ഒരു ഹാം ആൻഡ് ചീസ് ക്രോസോണ്ട്. ഇതാണ് അവൻ്റെ ലഞ്ച് ബോക്സ്. ഒരു യോഗർട്ട് പൗച്ച് ഉണ്ട്, ഒരു ചോക്ലേറ്റ് ബാർ ആൻഡ് ഒരു ഹാം ആൻഡ് ചീസ് ക്രോസോണ്ട്, കോൺ ആൻഡ് ഗാർലിക് ബ്രെഡ്. പിന്നെ ഇവർക്ക് ക്രഞ്ച് ആൻഡ് സിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്നാക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊടുത്തു വിടണം. അപ്പോൾ കുറച്ച് സ്ട്രോബെറീസ് കട്ട് ചെയ്തും കൊടുത്തു വിട്ടിട്ടുണ്ട് അതിന് വേണ്ടി. പൊതുവേ മോർണിംഗ് സ്കൂൾ ഡ്രോപ്പ് ഓഫ് ഭയങ്കര ഹെക്റ്റിക്കാണ്. അതിൻ്റെ കൂടെ പിള്ളേരുടെ കരച്ചിലും കൂടെ ആയിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഇന്ന് അങ്ങനത്തെ ഒരു മോർണിംഗ് ആയിരുന്നു. ഫൈനലി ഇതേ കൾപ്രിറ്റ് ഇവിടെ ഇരിക്കുന്നു. അവൾ ഭയങ്കര വഴക്കായിരിക്കായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. ഇവൻ കുഴപ്പമില്ല, മോൻ കുഴപ്പമില്ല. അവനിപ്പം കുറേയൊക്കെ അവൻ്റെ തന്നെ ഒരുങ്ങുകയൊക്കെ ചെയ്യും. പല്ലൊക്കെ ഓൾറെഡി അവൻ തേച്ചു. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയാൽ മതി, അവൻ തന്നെ ചെയ്തോളൂ. ഇതാണ് നമ്മുടെ ചട്ടമ്പി. അല്ലേ? ഇരിക്കുന്നുണ്ടോ? Narai, quickly get dressed. Here. Get dressed. Quick. Shari. Quick. That was bad enough. Hey. എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയൊക്കെയോ ഒരുങ്ങി ഇറങ്ങാൻ റെഡി ആവുക. എന്താ പിള്ളേരവിടെ ഇരിപ്പുണ്ട്. പൊതുവെ ഒരുങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ടിരിക്കും, ഒരു 5 മിനിറ്റ്. ആ സമയത്താണ് ഞാൻ പെട്ടെന്ന് പോയി ഒരുങ്ങുന്നത്. അപ്പം ഞാനും ഇനിയിപ്പം ഒരുങ്ങാനൊന്നുമില്ലായിരുന്നു. ബട്ട് ഇനിയിപ്പോൾ ഇറങ്ങട്ടെ. Let's go. ശരി പോട്ടെ. സാറില്ല, പോട്ടെ. It is a little cold. Go. Zappy, out. That's it. Quick. There you go. What the hell? Go inside. Quick. Run. Run. Go. Fast. Sherry, bah. Let's go. സ്കൂൾ ഡ്രോപ്പ് ഓഫ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇതാ ഇവിടെ ഒരാളുണ്ടല്ലോ, അവളുടെ കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പാലൊക്കെ തീർന്നിരിക്കാം. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ആദ്യം അത് പോയി ചെയ്യട്ടെ. I'm saying we need to go shopping. You don't need to take that. ആവശ്യമില്ല. Zara, we're going for walk, not for work. You don't need to take that. Yeah. Putty. Maxi. Walk on. Oh my goodness, girl. This is a toy shop, ayala. Walk on. Come. Bye. Let's go. Adana. Bye. വാക്കിന് പോകുന്ന കാഴ്ചയാണ്. റാമുണ്ട്, കൊച്ചില്ല. ഇതേ ടിങ് ഹൈ. അവർക്ക് അവിടെ വിളിച്ചിരിക്കാനാണ് ഇഷ്ടം. ഞങ്ങളിന്ന് രാവിലെ ദിസ് വേ പുറത്തോട്ട്. ഓസ്ട്രേലിയയിൽ നമ്മുടെ ഈ വെതർ സൈക്കിൾസ് എല്ലാം ബാക്കി വേൾഡിനെ വെച്ച് റിവേഴ്സ് ചെയ്തിട്ടാണ്. സോ ഇപ്പോൾ ബാക്കി എല്ലായിടത്തും തണുപ്പായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് ടെക്നിക്കലി ഇവിടെ ഓട്ടമാണ്. ആൻഡ് സെപ്റ്റംബർ 1 മുതൽ ഓട്ടം സ്റ്റാർട്ട് ചെയ്തു. വിച്ച് മീൻസ് ബ്യൂട്ടിഫുൾ വെതറാട്ടോ. ഒരു ഓട്ടം അല്ലല്ലോ, സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു. നല്ല വെതറാണ്.
ഒരു 25-26 ഡിഗ്രീസൊക്കെ. അതെന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ വെതർ ആ ഒരു ടൈമിലാണ്. പക്ഷേ രാവിലെ ആ ഒരു വെതർ പ്രതീക്ഷിച്ചാൽ ഞാൻ ജാക്കറ്റൊന്നും ഇല്ലാതെ ഇറങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ രാവിലെ കുറച്ച് തണുപ്പുണ്ട്. അപ്പോൾ ഒരു 14 ഡിഗ്രീസൊക്കെ ഉള്ളൂ ഈ ഒരു സമയത്ത്. പക്ഷേ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഒരു 25 ഒക്കെ വരും. എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലൊരു വെതറാണ്. ഈ പൂവ് നമ്മുടെ നാട്ടിലെ കൊന്നപ്പൂവല്ലേ, എന്ത് ഭംഗിയല്ലേ. ഇവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട്, നമുക്ക് നല്ല ഇഷ്ടമായി. ലെറ്റ്സ് ഗോ പാർക്ക്. മാക്സി തുറന്നിട്ടിട്ടുണ്ട്. അയ്യോ ജമ്പിങ് മാക്സി പോയി ഗോ പ്ലേ. ശരി വിൽ റിമൂവ്, വാ ഗോ. ഇവനും ഇങ്ങനെ കുറച്ച് നേരം തുറന്ന് ഓടാൻ ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് വേറെ ഏതെങ്കിലും പട്ടി വരുമ്പോൾ മാത്രം പിടിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു സ്പേസാണ് കണ്ടോ, കുറേ ഉണ്ട് ഓടാനൊക്കെ. You climbed up by yourself. Good job. Go up. Up, Max. അറിഞ്ഞോയോ? അവളിറങ്ങിപ്പോയി. അവിടെ പാവം ടയർഡായിപ്പോയി തോന്നുന്നു പാർക്കിൽ പോയിട്ടെ. അപ്പം അവൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ വേഗം കുറച്ച് ക്ലീനപ്പ് ചെയ്യട്ടെ. ഇവിടെ ഞങ്ങൾക്ക് ഈ ആഴ്ച ഓണമൊക്കെ കഴിഞ്ഞെങ്കിലും ഈ ആഴ്ചയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ ഓണമൊക്കെ ഉള്ളത്. അപ്പം അതിന് വീട്ടിലെന്തായാലും എല്ലാവരും ഒക്കെ വരും. അപ്പോഴത്തേനും പെട്ടെന്നെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കട്ടെ, എല്ലാം ഒന്ന് എടുത്ത് വെക്കണം. കുറച്ച് നാളായിട്ട് ഈ ബെഡ് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറേ സാധനങ്ങൾ വരെ ഇതിൽ നിന്ന് മാറ്റിയിട്ടില്ല. അവസാനം ഒരു മോട്ടിവേഷൻ വന്ന് ഫൈനലി ഈ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി പുതിയ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു കഴിഞ്ഞപ്പോഴും സമാധാനമായ. 5 മിനിറ്റിനുള്ളിൽ എണീക്കുന്ന പെണ്ണ, ഉറങ്ങിയാതെ ഒരു 10-15 മിനിറ്റ്, മാക്സിമം പോയാൽ 1 മണിക്കൂർ. ഇന്ന് സമയമായിട്ടും എണീക്കുന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ എണീപ്പിച്ചേ പറ്റൂ. സങ്കടം വരുന്നു. ഉറങ്ങുന്ന പിള്ളേരെ എണീപ്പിക്കാൻ ഭയങ്കര വിഷമം എനിക്ക്. എണീപ്പിച്ചേ പറ്റൂ. മെഡിക്കൽ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ലേറ്റായി, കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ആൾക്ക് ഇഷ്ടപ്പെട്ടതേയില്ല. പരിപാടി ഭയങ്കര പെട്ടെന്ന് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കഷ്ടി എടുത്ത് കാണും, അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ ബുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് വലിയ വെയിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്ന് കട വരെ വരണം, കുറച്ച് പരിപാടികൾ മേടിക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ലെറ്റ്സ് ക്രോസ്. ഒന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞ കടയിൽ കയറിയതാ. 2 ബാഗ് നിറച്ച സാധനവും മേടിച്ചു. $150 തീർന്നു. ഇതെന്താ മേടിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു കഴിക്കാൻ പറ്റിയതൊന്നും ഇല്ലതാനും, ഒരു മീലിനുള്ളതൊന്നും ഇല്ലതാനും. എന്തായാലും നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഒരു മീലിനുള്ള സാധനം കിട്ടിയില്ല. ഇത്ര സാധനം മേടിച്ചുള്ളൂ. ഇതിനാണ് $130 ആയത്. കുറച്ച് ഫ്രൂട്ട്, ഇത് മറ്റേ ഞങ്ങൾക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ച് ജ്യൂസ്, പിന്നെ ഒരു ഹമസും ഹാമും, ഇത് കോഫി പോഡ്സ്, പിന്നെ കുറച്ച് ഫ്രോസൺ ഐറ്റംസ്. ഇത് ഒരു ചിക്കൻ, ഇത് വേണമെങ്കിൽ ഒരു മീലാക്കാം, ഒരു റാപ്പ് ആക്കാനായിട്ട്. ഇത് ഞാൻ വെറുതെ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ച മറ്റേ ഷീറ്റാണ്, ഈ പഫ് പേസ്ട്രിയുടെ ഷീറ്റ്, അത് ഫ്രോസൺ. ഇത് കോൺ, പിന്നെ കുറച്ച് ചിപ്സ് ഐറ്റംസ്, ബിസ്ക്കറ്റ് ഐറ്റം. ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊരു മീലെന്ന് പറയാനായിട്ട്. കുറച്ച് മിൻസ് മീറ്റ് മേടിച്ചു സ്പെഗറ്റി ബൊളോനീസ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ തന്നെ ആപ്പി, പാല്, കുറച്ച് വീണ്ടും കുറച്ച് സ്നാക്സ്, കുറച്ച് ക്രീം. ഇത്രേ ഉള്ളൂ. ഇൻഫ്ലേഷനും ഒരു രക്ഷയില്ല കേട്ടോ. ലഞ്ച് ടൈമായി, വേഗം കഴിക്കട്ടെ. ഞാൻ കഞ്ഞിയും പിക്കിളും കൂടെ ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ചേച്ചി ഉണ്ട്. ചേച്ചി ഇവിടെ വന്നിട്ട് കുറേ കറികളൊക്കെ തന്നു. അപ്പോൾ അതാ നല്ല അടിപൊളി ഫുൾ ഓൺ മീലായി. ദാൽക്കറി ഉണ്ട്, ചോറ് ഇവിടെ ഓൾറെഡി ഇരുന്ന, ഇതൊരു പാൽക്കഞ്ഞിയാണ് വെച്ചതാണ്. അപ്പോൾ അതിപ്പോൾ അങ്ങനെയായി. പിന്നെ കുറച്ച് മീൻ കറിയും തോരനും എല്ലാം ഉണ്ട്. മോൾക്ക് ചപ്പാത്തി ദാലും കൂടെ കൊടുക്കാം. കഴിക്കടി. മോനെ പിക്കപ്പ് ചെയ്യാനായിട്ട് സ്കൂളിലോട്ട് വന്നുകൊണ്ടിരിക്കുക.
അതൊക്കെ പരിപാടി പ്ലേക്കാണ്. ഹായ് ഹെൽപ്പ് ഹിം. മോന് വേണ്ടി കുറച്ച് സ്നാക്സാണ്, പാലും സ്നാക്സും കൂടെ ഒക്കെ. സാധാരണ ഈ ഒരു ടൈമിൽ ഇവന് സ്വിമ്മിങ് ഉണ്ട്, അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വിമ്മിങ്ങിന് പോകും. പക്ഷേ ഇന്നിപ്പോൾ വയ്യാത്തതുകൊണ്ട് സ്വിമ്മിങ് ക്യാൻസൽ ചെയ്യാൻ പോവാം. അപ്പം ഞാനും ഇവിടെ കൂടെ ഒന്ന് പോയി ഉറങ്ങട്ടെ. ഉറങ്ങാൻ പറ്റുമെന്നറിയില്ല, അതായാലും ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, നല്ല ക്ഷീണം. വാ. Hey, 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 girl, not for you, for your papa and sleep. വാ. ഉറക്കമെല്ലാം എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. ശീലമായി വരുന്നതേ ഉള്ളൂ, സോറി. അത് കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കുമായിപ്പോയി. കുറച്ച് ഫ്രണ്ട്സ് വന്നു, പിന്നെ അവരോട് ഒന്ന് പുറത്തൊക്കെ പോയി. പിന്നെ രാത്രി ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് പോയതേ ഉള്ളൂ. അപ്പോൾ വീട് ഇനി ഒന്ന് സെറ്റ് ചെയ്യണം. അതെ, ഒരു അത്യാവശ്യം ഒരു പോസ്റ്റ് പാർട്ടി അവസ്ഥ തന്നെ ആയിട്ടുണ്ട് വീടിന്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങണം. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല എടുക്കാനായിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.